മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം, ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ വിളിച്ചവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. സങ്കീർത്തകനും രാജാവുമായ ദാവീദിന്റെ ഹൃദയനുറുക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഇത് വലിയ ജ്ഞാനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. ദാവീദ് എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ രാജ്യസ്ഥാനം എടുത്തു കളയരുതേ എന്നല്ല, എൻ്റെ ആരോഗ്യം കളയരുതേ എന്നല്ല, എൻ്റെ സ്വാധീനങ്ങൾ, എൻ്റെ ആൾബലം, ഇതൊന്നും എടുത്തു കളയരുതേ എന്നല്ല, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ദുരന്തം നേരിട്ട് കണ്ടവനാണ് ദാവീദ് രാജാവ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക, നിരന്തരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക, എപ്പോഴും പരിശുദ്ധാത്മ പകർച്ചയിലായിരിക്കുക. ഈ ഒരു അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ കൺട്രോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. ഈ ഒരു ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ തകർച്ചകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ലോകമെമ്പാടും ദൈവാത്മാവിന് ശക്തമായ പരിവർത്തനമുണ്ടാകാൻ, സഭാ കൂട്ടായ്മകളിൽ, ദേശദേശാന്തരങ്ങളിൽ, അനേകം രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ പരിശുദ്ധാത്മത്തി കത്തിപ്പടരുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ യേശുവിനായി പിടിക്കപ്പെടുവാൻ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ദേശങ്ങളെ, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ യേശുവിനായി നേടുന്ന അഭിഷേകം, പതിനായിരങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമടിച്ച് എല്ലാം മറന്ന്
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കുക. ദേശങ്ങൾ, രാജ്യങ്ങൾ പിടിക്കപ്പെടട്ടെ. കർത്താവിന്റെ രാജ്യം ഈ തലമുറയിൽ വളരുവാനായി, കർത്താവിന്റെ സുവിശേഷത്തിന് പുരോഗതി ഉണ്ടാകുവാൻ, ജനലക്ഷങ്ങൾ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പാടി പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു പാടുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറ, സുവിശേഷവൽക്കരണത്തിന്റെ തലമുറ. രാജ്യങ്ങൾ കീഴടക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങളെ ദേശങ്ങൾ യേശുവിനായി പിടിച്ചെടുക്കുവാൻ ഒരു പുതിയ തലമുറ, പരിശുദ്ധാത്മാവിന്റെ തലമുറ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ ആയിരങ്ങളിൽ പ്രവർത്തിക്കണമേ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസിന് മേൽ പകരപ്പെട്ട അഭിഷേകം ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. രാജ്യങ്ങൾ കീഴടക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കുക. തീരുമാനത്തോടെ പാടുകയും രാജ്യങ്ങളിലുള്ള കോട്ടകൾ തകരട്ടെ, ദേശങ്ങളുടെ മേലുള്ള കെട്ടുകൾ പൊട്ടട്ടെ. പൈശാചിക വ്യാപാരങ്ങള്, ഇരുട്ടിന്റെ ശക്തികള്, നാരിക ദുരാത്മ സേനകള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. കീഴടക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കും, രാജ്യങ്ങൾ കീഴടക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കും. കരങ്ങളും ഉയർത്തി ഈ അഭിഷേക ശക്തിക്കായി എല്ലാം മറന്ന് ഹൃദയം നുറുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ശക്തിയെ, സ്വർഗത്തിന്റെ കാറ്റ് ആഞ്ഞു വീശുക. Come Holy Spirit. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ പ്രവർത്തിക്കണമേ. പൈശാചിക കോട്ടകളെ തകർക്കണമേ. നാരിക ദുരാത്മ സേനകളെ നിർവീര്യമാക്കണമേ. ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ചിഹ്നഭിന്നമാക്കണമേ. സുവിശേഷത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക വ്യാപാരങ്ങൾ നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകം, ദേശാന്തരങ്ങൾ യേശുവിനായി നേടുന്ന അഭിഷേകം ആയിരങ്ങളിലേക്ക് പകരണമേ. കോട്ടകൾ തകരട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആയിരങ്ങൾ ഉണർത്തണമേ. സുവിശേഷ വേലയ്ക്കായി, ഇവാഞ്ചലൈസേഷനായി പതിനായിരങ്ങളെ തലമുറയിൽ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ തലമുറ, ജനറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ഈ തലമുറയിൽ കർത്താവിന്റെ രാജ്യത്തെ പടുത്തുയർത്തുവാൻ, ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സുവിശേഷത്തിന് പുരോഗതിക്കായി പ്രവർത്തിക്കുവാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, രാജ്യങ്ങളെ ദേശങ്ങളെ യേശുവിനായി നേടുന്ന അഭിഷേകത്തിൽ ഞങ്ങൾ വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയോടെ ആയിരിക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാ പകർച്ചയെ കുറിച്ചാണ്. ആത്മാവിന്റെ പകർച്ച.
ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാൾ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, കൂട്ടായ്മകളിൽ, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് പലപ്പോഴും തന്നോട് തന്നെ ചോദിച്ച ഒരു നിർണായക ചോദ്യമുണ്ട്. ഇന്ന് തിരുസഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ്? വളരെ പ്രാധാന്യതയുള്ളൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് മാർപ്പാപ്പ തന്നെ മറുപടി പറയുകയാണ്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നിത്യമായ പന്തക്കൊസ്തയാണ്. പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകുന്ന നിത്യമായ പന്തക്കൊസ്തയാണ്, ആത്മപകർച്ചയാണ് ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പയുടെ വാക്കുകൾ ഇത് പ്രവചന വാക്കുകളാണ്, ഇത് പ്രൊഫറ്റിക് വേർഡാണ്. നമുക്ക് മറ്റെന്തിനേക്കാൾ ഇന്ന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. ആത്മപകർച്ചയാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറുന്നു, നമ്മുടെ നിരാശ മാറുന്നു, സംശയങ്ങൾ മാറുന്നു, നമ്മുടെ ആകുലതകളും ജീവിതത്തിന് വ്യഗ്രതകളും മാറിപ്പോയി നമ്മുടെ ജീവിതം പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ, ആനന്ദത്തിന്റെ, ആത്മശക്തിയുടെ ജീവിതമായി മാറുകയാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മേൽ ശക്തമായ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകും. ആത്മാവിന്റെ പകർച്ച എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്? ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനുള്ള ബന്ധത്തിലാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 3 കാര്യങ്ങൾ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആത്മാവിന്റെ പകർച്ച എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്? ഒന്നാമതായി പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പകർച്ചയുണ്ടാകും. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലോട്ട് നോക്കാം. നമുക്ക് എല്ലാറ്റിൻ്റെയും മോഡൽ നമ്മുടെ കർത്താവ് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 തിരുവാക്യങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വരികയാണ്. എപ്പോൾ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലേക്കാണ് ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നത്. എൻ്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പൂരിതരാകുവാൻ, പരിശുദ്ധാത്മ പകർച്ചയാൽ നമ്മൾ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ നിരന്തരം പുതുക്കമുള്ളവരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ? കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം തിരുവാക്യം. അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 120 പേര് ശിഷ്യ സമൂഹം പരിശുദ്ധമ്മയുടെ നേതൃത്വത്തിൽ അവർ 10 ദിവസക്കാലം പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി അടങ്ങാത്ത ആഗ്രഹത്തോടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നിരന്തരമായ തുടർച്ചയായ പ്രാർത്ഥനയിൽ മുഴുകി അവരുടെ മനസ്സ്, ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്താ ഉണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവാക്യങ്ങൾ. പെന്തക്കോസ്ത് ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരിക്കുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെ മേൽ അഗ്നിനാവുകൾ പോലെ എന്തോ ഒന്ന് നിറയുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ട തിരുവാക്യമാണിത്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആ ശിഷ്യ സമൂഹത്തിലേക്ക്, മാർക്കോസിന്റെ മാളിക മുറിയിലേക്ക്
സെഗിയൻ ഊട്ടുശാലയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ്? അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? ആത്മപകർച്ചയ്ക്ക് വേണ്ടി. സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. ആരെല്ലാം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുവോ, പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുവോ, അവിടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം വചനത്തിലോട്ട് വരിക. കർത്താവിന്റെ സുവിശേഷം സഭയിൽ ഇങ്ങനെ പടരാൻ തുടങ്ങി. അനേകർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർക്കപ്പെടാൻ തുടങ്ങി. ആദിമ സഭയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി, വെല്ലുവിളികൾ ഉണ്ടായി. ഈ സമയത്ത് ആ പ്രതിസന്ധികളുടെ നടുവിൽ സഭാവിശ്വാസികള് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ചങ്ക് പൊട്ടി അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 4:31 വചനം പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. സ്ഥലം കുലുങ്ങി. അവര് പ്രാർത്ഥിച്ചത് സ്ഥലം കുലുങ്ങാനല്ല, എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥലം കുലുങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവശക്തി അവിടെ വ്യാപരിക്കുകയാണ്. ആ സ്ഥലം കുലുങ്ങുമാറ് ദൈവശക്തി ഇറങ്ങി വരികയാണ്. രണ്ടാമത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ! എന്തൊരു വചനമാണിത്! അവരുടെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടായി. അവരുടെ ഭയം മാറി, സംശയം മാറി, നിരാശ മാറി, ദുഃഖം മാറി. അവർ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുകയാണ്. മൂന്നാമത് ധൈര്യപൂർവം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ്. ഈ ആത്മപകർച്ചയുടെ അനുഭവം ആദിമ സഭയ്ക്ക് എപ്പോഴാണ് ഉണ്ടായത്? സഭാ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന മിനിസ്ട്രികളിൽ, പ്രാർത്ഥിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ, പ്രാർത്ഥിക്കുന്ന ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പകർച്ച ഉണ്ടാവുകയാണ്. ആത്മപകർച്ച നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയിൽ പുതുക്കപ്പെടണം. നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അടങ്ങാത്തൊരു ദാഹം ഉണ്ടാകണം, തീരാത്തൊരു ആഗ്രഹം ഉണ്ടാകണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മ പകർച്ചയാൽ നിറയുവാൻ വേണ്ടി. രണ്ടാമത്, വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിന്റെ പകർച്ചയുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം തിരുവാക്യം നമുക്കൊക്കെ സുപരിചിതമായൊരു വചനമാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസ് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എപ്പോഴാണ് ആത്മാവിന്റെ പകർച്ചയുണ്ടായത്? അവർ വിശ്വാസത്തോടെ കർത്താവിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം വിശ്വാസത്തോടെ വചനം കേൾക്കുന്നുവോ, ദൈവവചനത്തെ സ്വീകരിക്കുന്നുവോ, അവർക്കെല്ലാം ആത്മാവിന്റെ പകർച്ച ഉണ്ടാവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങൾ. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ സമയത്ത് ആ വചന താഴ്വരയിലേക്ക്, ആ ഗ്രൗണ്ടിലേക്ക് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു. വലിയ ആത്മപകർച്ചയുണ്ടായി. കൂട്ട മാനസാന്തരങ്ങള്, കൂട്ട ഡെലിവറൻസുകള്, അത്ഭുത രോഗശാന്തികള് ആ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മ പ്രദാനം ചെയ്യുകയാണ്. 8-ാം വചനം പറയാണ്, അങ്ങനെ ആ നഗരത്തിൽ വലിയ ആനന്ദമുണ്ടായി. നമ്മളിപ്പോൾ കേട്ടതെല്ലാം പരിശുദ്ധാത്മ പകർച്ചയുടെ ഫലങ്ങളാണ്. ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ദേശത്തേക്ക് കർത്താവിന്റെ വചനവുമായി കടന്നു ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പങ്കുവെച്ച അനുഭവം. അവൻ മദ്യപാനത്തിലും മയക്കമരുന്നിലും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവന് ദൈവവിശ്വാസമില്ലായിരുന്നു. ആത്മീയ കാര്യങ്ങളിലോ ഔദാശിക ജീവിതത്തിലോ തീരെ താല്പര്യം അവനുണ്ടായിരുന്നില്ല. അവന്റെ വീട്ടുകാരുടെയും അവന്റെ ഏതാനും സുഹൃത്തുക്കളുടെയും നിർബന്ധത്താലെ കർത്താവിന്റെ കരുണയാൽ ആ ഒരു ധ്യാനം കൂടുവാൻ ആ ചെറുപ്പക്കാരനെ ദൈവം സഹായിക്കുകയാണ്. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം അവൻ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനുവേണ്ടി ഒരുങ്ങുകയോ കൂടുതൽ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ
വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ആ സഹോദരൻ ലഭിക്കുക. അവൻ അവിടെ ഇരുന്ന് ആ ധ്യാന ഹാളിൽ ഇരുന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. തൻ്റെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തി. ആഴമേറിയൊരു അനുതാപം അവനുണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ സ്വീകരിക്കണം, എനിക്ക് യേശുവിൻ്റെ രക്തശരീരങ്ങൾ വേണം. 13 വർഷമായി അവൻ കുമ്പസാരിച്ചിട്ട് ആ വചന ശുശ്രൂഷയ്ക്ക് ശേഷം പൊട്ടിക്കരഞ്ഞ് അനുതാപ ഹൃദയത്തോടെ തൻ്റെ മുഴുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനൊരു പൂർണ്ണ കുമ്പസാരം നടത്തി. ഈശോയിൽ നിന്ന് പാപമോചനം സ്വീകരിച്ചു. അവൻ ഉയർന്ന വരപ്രസാദം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ പരിശുദ്ധാത്മ അനുഭവം കർത്താവ് അവന് പ്രദാനം ചെയ്യുകയാണ്. അവന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവന്റെ ജീവിതം പൂർണ്ണമായി അവൻ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. ഇന്ന് ആ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി അവൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് വലിയ ആനന്ദത്തോടെ മുന്നോട്ട് പോവുകയാണ്. പാപത്തിലും മ്ലേച്ഛതയിലും ജീവിച്ച ചെറുപ്പക്കാരന് എങ്ങനെയാണ് രൂപാന്തരീകരണം ഉണ്ടായത്? അവന്റെ ജീവിതം എപ്പോഴാണ് യേശുവിനായി പിടിക്കപ്പെട്ടത്? അവൻ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മ ഇറങ്ങിയിരിക്കുകയാണ്. ആരെല്ലാം ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നുവോ, വചനം കേൾക്കുന്നുവോ, അവരുടെ മേൽ ആത്മാവിന്റെ പകർച്ച ഉണ്ടാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ചെറുപ്പക്കാരന് വേണ്ടി 100 കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ ഒരു വ്യക്തി നിറയുമ്പോൾ, പരിശുദ്ധാത്മ ഒരു പകർച്ച ഒരു വ്യക്തിക്ക് സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറുകയാണ്. ക്രിസ്തുവിനായി പിടിക്കപ്പെടുകയാണ്, യേശുവിനായി രൂപാന്തരപ്പെടുകയാണ്, പിന്നെ യേശുവിൻ്റെ ധീരസാക്ഷിയായി മാറുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. അവൻ ഇന്ന് കർത്താവിന് സാക്ഷിയായി ജീവിക്കുകയാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കണം, ആത്മപകർച്ച എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്? കൈവെപ്പിലൂടെയാണ്, കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, മാമുദീസായിലൂടെ, സൈർലേപനം എന്ന കുദാശയിലൂടെ, ആ കൈവെപ്പിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ വന്നു. ആരെല്ലാം മാമുദീസ് എന്ന കുദാശ സ്വീകരിച്ചുവോ, സൈർലേപനം എന്ന കുദാശ യോഗ്യതയോടുകൂടി ഉൾക്കൊണ്ടുവോ, അവിടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇനി ഈ കുദാശ സ്വീകരിക്കാത്ത വ്യക്തികൾ അവർ വിഷമിക്കേണ്ട. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിമിഷത്തിൽ ദൈവപിതാവ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിച്ചിട്ടുണ്ട്. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം യേശുവിനെ അവരുടെ ഏക രക്ഷകനാഥനുമായി സ്വീകരിച്ചുവോ, അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മ പകർച്ചയുണ്ട്. പ്രത്യേകം കൈവെപ്പിലൂടെ ആത്മാവ് പകരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിഷേകമുള്ള പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കപ്പെടുന്ന സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന വന്യവൈദികരുടെ, സമർപ്പിതരുടെ, അങ്ങനെയുള്ള ദൈവരാജ്യ ശുശ്രൂഷകരുടെ, ജനുവിനായിട്ടുള്ള ശുശ്രൂഷകരുടെ കൈവെപ്പ് ഇടയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. എൻ്റെ ആത്മീയ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ഞാൻ ഏറ്റുപറയുകയാണ്. കർത്താവ് എന്തുമാത്രം കരുണയാണ് കാണിച്ചിരിക്കുന്നത്. അനേക അഭിവന്യ പിതാക്കന്മാരുടെ കൈവെപ്പ് കിട്ടാൻ, അനേകം അഭിഷേകത്താൽ കത്തിജ്വലിക്കുന്ന വന്യവൈദികരുടെ കൈവെപ്പ് കിട്ടാൻ, സമർപ്പിതരുടെ, ചില ആത്മായ ശുശ്രൂഷകരുടെ, ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ചില ആത്മായ ശുശ്രൂഷകരുടെ കൈവെപ്പ് ലഭിക്കാൻ കർത്താവിനോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഈ കൈവെപ്പെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷകളിലേക്ക്, കുടുംബത്തിലേക്കെല്ലാം അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പലപ്പോഴും പല അഭിഷിക്തന്മാർ ചില കൈകൾ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം, നിറവ് പലപ്പോഴും അനുഭവിക്കുവാൻ കർത്താവ് എനിക്കിട വരുത്തിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ മാത്രം അനുഭവമല്ല, നമുക്ക് പലർക്കും ഇതേ അനുഭവം കർത്താവിൻ്റെ അരൂപി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഈ ആത്മപകർച്ച സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ഈ ലോകത്തെ യേശുവിനായി നേടുവാൻ, യേശുവിനായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് ആത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ചങ്ക് പൊട്ടി അങ്ങ് വിളിക്കാൻ പോകും. ആരും നാണിക്കണ്ട, സംശയിക്കേണ്ട, ഹൃദയം പൊട്ടി അങ്ങ് വിളിച്ചോ. ശക്തമായ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ സ്വർഗം വിട്ടിറങ്ങി അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി, പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക.
ആയിരങ്ങളെ പതിനായിരങ്ങളെ കർത്താവ് നിറയ്ക്കുന്ന സമയം എല്ലാം മറന്ന് കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ കാറ്റേ, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ, ജനകോടികളിൽ പരിശുദ്ധാത്മാവേ വീശുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വരണമേ, കൂട്ടായ്മകളിലേക്ക് വരണമേ, തലമുറകളിലേക്ക് വരണമേ. ശക്തമായ ആത്മപകർച്ചയുടെ അനുഭവം നൽകണമേ. പരിശുദ്ധാത്മ പകർച്ച, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ നടത്തിപ്പ്, പരിശുദ്ധാത്മ നിയന്ത്രണം, പരിശുദ്ധാത്മ സാന്നിധ്യം പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പ്രഭാവരങ്ങളാൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit. ആത്മപകർച്ചയുടെ ജീവിതമായി ഞങ്ങളെല്ലാം രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവ് നൽകിയ ഈ ആലോചന നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആത്മപകർച്ചയോടെ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ തലമുറയിൽ നമുക്ക് ഉയർത്താം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ, ദിവ്യകാരുണ്യമേ, തിരുജീവനായി പടരണമേ. മഹത്വപൂർണനായ കർത്താവേ, തിരുവോസ്വരൂപനായി പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കി തീഷ്ണതയോടെ കരങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ആത്മപകർച്ചയെക്കുറിച്ച്. മറ്റെന്തിനേക്കാൾ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്, പരിശുദ്ധാത്മ അനുഭവമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹാർത്ഥരായി പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ, അടങ്ങാത്ത ആഗ്രഹത്തോടെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയ മാതാപിതാക്കൾ, നമ്മുടെ മക്കളെ സമർപ്പിക്കുക, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിക്കുക, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ സമൂഹത്തിലും മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുക. സഭയിലാകമാനം അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടാകുവാൻ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന കർത്താവായ യേശുവിനെ നാമം വിളിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനെ സമൃദ്ധമായി ഞങ്ങളിലേക്ക് പകരുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി, പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പകരണമേ. കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരണമേ. പരിശുദ്ധാത്മാവേ, വരണമേ, വരണമേ, വരണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങൾ ഉണർത്തണമേ, കൃപാവരങ്ങളെ ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപാവരങ്ങളെയും ആത്മപകർച്ചയെയും സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കാതിരിക്കുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ
സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ